ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കൊരു ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാമേ. ചുളികളില്ലാതെ കറക്റ്റായിട്ട് നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു ഇഞ്ചിൻ്റെ ഉള്ളൊരു വെട്ട് പീസ് എടുത്ത് കട്ട് പീസ് എടുക്കണം. കട്ട് പീസ് എടുത്ത് അത് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അതിനെ മടക്കി ചെറിയൊരു പീസാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ? എന്നിട്ട് അത് ആ സ്ലിറ്റ് ഇതിൻ്റെ എൻഡ് വന്നില്ലേ, നമ്മൾ സൈഡ് വശം ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് ഇത് തയ്ക്കുക. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒരിക്കലും സ്ലിറ്റ് കീറിപ്പോത്തില്ല. കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോൾ ചിലരുടെ സ്ലിറ്റൊക്കെ തയ്യൽ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞേക്കാം. ഇതിങ്ങനെ തയ്ച്ചാലും ഒരിക്കലും സ്റ്റിച്ച് വിട്ടു പോവുകയില്ല. തന്നെയല്ല, സ്ലിറ്റ് തയ്ക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതാദ്യം ഒരു സൈഡിലേക്ക് തയ്ക്കുക. ആ സ്റ്റിച്ചിൻ്റെ എൻഡിൽ വരുന്നതന്നെ അതിൻ്റെ സെൻറ്റർ ഒരു പോർഷൻ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് മറ്റേ സൈഡും തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ആ തയ്യലിലോട്ട് കയറരുത്. കയറുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് തയ്ച്ച് നിർത്തി തിരിച്ച് തയ്ക്കണം. ഇതിപ്പം വീഡിയോ ശരിക്കും കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. പകുതി തയ്ച്ചിട്ട് തിരിച്ച് മേലോട്ട് തയ്ച്ച് 2 സ്റ്റിച്ച് മേലോട്ടിട്ട് വീണ്ടും തയ്ച്ച് കുത്തി നിർത്തിയതിന് ശേഷം വേണം, സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം നമ്മൾ തിരിക്കാനൊക്കെ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറിപ്പോവും. അങ്ങനെ തയ്ച്ച് ഇറക്കി ഒരു സൈഡ്. പിന്നെ ഇനി രണ്ടാമത്തെ സൈഡ്, അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ വെച്ചിട്ട് ആ സൈഡും അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ അത് തയ്ച്ചെടുത്തു. ഈ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട്. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിടാവൂ. സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് മാത്രമേ ഇടാവൂ. 1 ഇഞ്ച് ഇട്ടാൽ നമുക്ക്, എന്നിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് 1 ഇഞ്ചിൻ്റെ അവിടെ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മടക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല മറ്റുള്ള തുണികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. നമ്മളങ്ങനെ മടക്കി ഒന്ന് മടക്കി 2 മടക്കുമ്പോഴാണ് സ്ലിറ്റിന് വേണ്ടിയിട്ട് തയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെ മടക്കി ഒന്ന് തേച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് തയ്ച്ചു പോകാൻ പറ്റും. അങ്ങനെ തയ്ക്കുന്നതാണ് ഇത്. ഞാനിത് തേച്ചിട്ടില്ല, ഞാനൊന്ന് ജസ്റ്റ് മടക്കി പ്രസ് ചെയ്തതേ ഉള്ളൂ. ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. സ്ലിറ്റൊക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നവർ വളരെ സൂക്ഷിച്ച് തയ്ക്കുക. അത് കോട്ടണിലൊക്കെ തയ്ച്ച് പഠിച്ചതിന് ശേഷമേ അല്ലാതുള്ള തുണികളെ തയ്ക്കുക. അല്ലെങ്കിൽ തുണി തയ്ച്ച് വരുമ്പോൾ ചുളുങ്ങിയിരിക്കും. നമ്മൾ ആ എൻഡിൽ കൊണ്ടുവന്നേ ആ സ്റ്റിച്ച്, എന്നിട്ട് നമ്മൾ ഒരു പീസ് അവിടെ കട്ട് ചെയ്ത് തയ്ച്ച് പിടിപ്പിച്ചില്ലായിരുന്നു, അതിൻ്റെ മുകളിലത്തെ ഭാഗത്തേക്ക് വരെ തയ്ച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് തയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കണം. എങ്കിൽ മാത്രം നമ്മൾ തയ്ച്ചത് കറക്റ്റായിട്ട് ഇങ്ങേപ്പുറത്ത് വന്ന് നമുക്ക് സ്ലിറ്റ് മടക്കി തയ്ച്ച് താഴോട്ട് പോരാൻ പറ്റുള്ളേ. അങ്ങനെ തയ്ച്ചതിന് ശേഷം എല്ലായിടത്തും സൂചി കുത്തി നിർത്തി വേണം നമ്മൾ തയ്ക്കാനായിട്ട്. തുണി ഒരിക്കലും തയ്ക്കുന്ന സമയത്ത് വലിച്ചു പിടിക്കാതെ
ലൂസായി വിട്ട് വേണം തയ്ക്കാനായിട്ട്. അല്ല എങ്കിൽ ഏത് കോട്ടൺ തുണിയാണെങ്കിൽ പോലും അത് താഴെ വരുമ്പോൾ അറ്റം ഇങ്ങനെ കൂടിയിരിക്കും, നീളം കൂടിപ്പോകും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്ത്രീകൾക്കൊക്കെ അവനവൻ്റെ എല്ലാവരുടെയും വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളതൊന്ന് തയ്ച്ച് നോക്കണേ. ചിലപ്പോൾ ആദ്യമൊന്നും ശരിയായില്ലെങ്കിലും പിന്നീട് ശരിയായിക്കോളും. പലവട്ടം തയ്ക്കുമ്പോഴാണല്ലോ ഒരു കാര്യം ശരിയാകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജിൽ കൂടെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തയ്ക്കണേ. അല്ലെ ഒരു സ്റ്റിച്ചാണേലും കുഴപ്പമില്ല, പക്ഷേ എഡ്ജിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് തയ്ക്കുമ്പോഴാണ് വൃത്തി. അങ്ങനെ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.